അവനെന്താ ഒരു കുറ്റം? ആ ഒരു മരക്കാനാ, വെറും മരക്കാൻ. മരക്കാനല്ല പിന്നെ ആരെയാ മോപ്പ് കൊണ്ടുവരാൻ പോണത്? മുതലാളി, ഒരു കാര്യം പറയട്ടെ. കൊച്ചു മുതലാളി ഒരു ചെറിയ ഉപകാരം ചെയ്യണം. എന്താ വേണ്ടേ? ഞാനൊരു വള്ളവും മലയും മേടിക്കാൻ പോവുകയാണ്. കുറച്ച് രൂപ തന്ന് സഹായിക്കണം. എത്ര രൂപ വേണ്ടി വരും? ഒരു 450 രൂപ വേണ്ടി വരും. ചടയെന്ന് തന്നേക്കാം. വള്ളത്തെ കിട്ടുന്ന മീൻ എല്ലാം മുതലാളി ഏൽപ്പിക്കാം. രൂപ എല്ലാം മീൻ മുടക്കിയിരിക്കുകയാണല്ലോ. അയ്യോ, മുതലാളി മനസ്സറിഞ്ഞൊന്ന് സഹായിച്ചേ പറ്റും. മീൻ മതി, എങ്കിൽ തരാം. മീനാ? ആ അത് മതി, ഞാൻ വിറ്റ് കാശാക്കിക്കൊള്ളാം. എന്നാലേ രാത്രിയിൽ കൂടത്തിലോട്ട് വാ. കറുത്തമ്മോ, എന്തോ നീ അവിടെ എന്നാടുക്കുകയായിരുന്നു? അതാണ് ഞാൻ വിളിച്ചത്. പെമ്പിള്ളേര് ഈ പ്രായത്തിൽ വെറുതെ നിൽക്കാൻ പാടില്ല മകളെ. വേണ്ടാത്തതൊക്കെ തോന്നും. ആ, അങ്ങോട്ട് തോന്നട്ടെ. അയ്യോ, ചതിക്കല്ലേ മകളെ. മരക്കാത്തിമാർക്ക് അങ്ങനെ തോന്നിയാല് കടപ്പുറം മുടിഞ്ഞു പോകും. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ മാമി. ഈ കടാലിങ്ങനെ തടുത്തു പിടിച്ച പോലെ അവിടെ തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നാ? മരക്കാത്തിമാര് നെറിയും മുറയുമായിട്ട് കടാപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. അറിയാവാ? മാമി എന്തിനാണ് ഇപ്പൊ അതൊക്കെ പറയുന്നത്? അല്ല മകളെ, ഇള മനസ്സല്ലേ, സൂക്ഷിക്കാൻ വേണ്ടി പറയുകയാണ്. ദേ, നിനക്ക് ഞാനൊരു ബുദ്ധി പറഞ്ഞു തരാം. എപ്പോഴെങ്കിലും മനസ്സിനൊരളക്കം തോന്നിയാൽ ഉടനെ എന്റെ കടലമ്മോ തുറമുടിക്കല്ലേ എന്നും പറഞ്ഞ് കമന്നടിച്ച് അങ്ങാട്ട് കടന്നേക്കണം. ഞാൻ അങ്ങനെയായിരുന്നു. എണ്ണമെല്ലാം ശരിക്കുണ്ട്? എല്ലാം ശരിക്കുണ്ട് കൊച്ചു മുതലാളി. ചക്കേ, ചക്കി, നീ ഇതെല്ലാം പെറുക്കി അകത്തോട്ടൊന്ന് വെക്ക്. കറുത്തമ്മ ഉറങ്ങി? അവൾ ഉറങ്ങി കൊച്ചു മുതലാളി. ഞാൻ പോണു. എനിക്കൊരു വിഷമം പോലെ. ഷാജാനെ കൊണ്ടായിരിക്കും വിഷമം. മാനസമൈനി വരൂ, മധുരം നുള്ളി തരൂ, നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ ആരേ. മാനസമൈനി വരൂ, മധുരം നുള്ളി തരൂ, നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ ആരേ. മാനസമൈനി വരൂ.
നിലാവിന്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തല്ലോ നിലാവിന്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തല്ലോ കളിക്കൂട്ടുകാരനെ മറന്നുപോയോ മാനസമൈനി വരൂ മധുരം നുള്ളി തരൂ നിന്നരോ